കോഴിയിലും അള്ളാഹു ബറക്കത്ത് നൽകി, അതുപോലെ കോഴി കുഞ്ഞുങ്ങളിലും അള്ളാഹു ബറക്കത്ത് നൽകി, ആട്ടിലും ആട്ടിൻ കുഞ്ഞുങ്ങളിലും അള്ളാഹു ബറക്കത്ത് നൽകി. എന്നാൽ ആർക്ക് ബറക്കത്ത് ചെയ്തിട്ടില്ല? കുറുക്കന്മാരിൽ. എന്നാൽ ആ കുറുക്കന്റെ മെമ്പർഷിപ്പ് എടുത്ത ആളുകളാണോ നിങ്ങൾ? ഞങ്ങൾക്കും ബറക്കത്ത് ഉണ്ടാവില്ല. അതിന് 313 തങ്ങന്മാർ പേർക്ക് കുറ്റിയടിച്ചിട്ടും കാര്യമില്ല. അല്ല, എല്ലായിടത്തും അടിച്ച് എല്ലാവർക്കും അങ്ങനെ ഒരു തങ്ങൾ വന്ന് കുറ്റിയടിച്ചാൽ പറയാത്തായി. അൽഹംദുലില്ലാഹ്. നമ്മളോ ഇനിയിപ്പോ ഒരു കുറ്റി പഠിച്ചിട്ട് കയറണില്ലെങ്കിലോ ആ തങ്ങൾക്ക് വല്ല കുഴപ്പമുണ്ടോ? അപ്പോൾ നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ തങ്ങൾക്ക് പോയപ്പോൾ ആ തങ്ങളടിച്ച് പേരെ കട്ടിൽ വെച്ചൊന്നുമില്ലേ. നാളെ ഒരു സ്ഥലത്ത് പരിപാടിക്ക് പോയപ്പോൾ ഒരു ഭക്ഷണത്തിനുണ്ട് ഒരു പരിക്ക്. ആ ഭക്ഷണത്തിന് കൊണ്ടുപോയപ്പോൾ ഇയാൾ പറഞ്ഞു, തങ്ങളപ്പാ നമ്മളിപ്പോൾ നിങ്ങളെ ഭക്ഷണത്തിന് കൊണ്ടുവന്ന് വെറും ഭക്ഷണം തരാൻ വേണ്ടിയല്ല, നമ്മൾ രണ്ടെണ്ണം തരാനുള്ള പരിപാടിയിൽ വെച്ച്. അല്ല ഉസ്താദേ, നമ്മൾ ഈ പുരണ്ടാക്കിയിട്ട് 5-6 മാസമായി, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒറ്റ കച്ചവടം നടക്കണില്ല. നോളേജ് സിറ്റിൻ്റെ ഇതൊക്കെ ഞാൻ സ്ഥലം വാങ്ങിയിട്ടുണ്ട്, കുറേ ഫുലമാരുണ്ട് ഇവിടെ, അങ്ങനെ വാങ്ങിയിട്ട് ഒറ്റ ഒന്നും കച്ചവടം നടക്കണില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ എന്താണെന്നറിയില്ല. അപ്പം ഞാൻ ഒരു ചികിത്സക്കാർ ഏതൊരു ചങ്ങായി ഓൻ്റെ അടുത്ത് പോയപ്പോൾ ഓൻ പറഞ്ഞ് പൊരൻ്റെ അളവൊന്ന് നോക്കണമെന്നാണ്. പൊരക്ക് 3 അളവുണ്ട്: ഉത്തമം, മധ്യമം, അധമം. 3 അളവുണ്ട്. ഇത്രേ പറഞ്ഞുള്ളൂ, ബാക്കിക്ക് വേറെ പൈസ വരണം. ഇങ്ങനെ കണ്ടടിക്കുക അല്ലേ? ഉത്തമം, മധ്യമം, അധമം 3 അളവുണ്ട്. ഉത്തമത്തിലാണെങ്കിൽ കുഴപ്പമില്ല, മധ്യമത്തിലാണെങ്കിൽ ഏകദേശം അഡ്ജസ്റ്റ്മെന്റ് പോകും, അധമത്തിലാണെങ്കിലോ കട്ട പോകാൻ ഒറ്റ കച്ചവടം നടക്കൂല. മറ്റേ മധ്യത്തിലാണെങ്കിൽ ഇടക്കൊക്കെ ഓരോ കച്ചവടം നടക്കും. അപ്പൊ ഇയാൾ ഇവന്റെ പോര ഒന്ന് അളന്ന് നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, ഉത്തമത്തും മധ്യത്തുമെന്നാണ് വിട്ടും ചെയ്തിക്കണ്, അധമത്തൊക്കെ എത്തിയിട്ടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടാ. ഉത്തമത്തൊക്കെ എത്തണമെങ്കിൽ കുറച്ചും കൂടി കൂട്ടണം, ഇല്ലെങ്കിൽ മധ്യത്തിലാണെങ്കിൽ കുറച്ച് കുറക്കും വേണം. എന്തായാലും ഈ ഒരു ഭാഗം മൊത്തം പൊളിച്ചണം എന്ന് പറഞ്ഞ ഇയാൾ സുബ്ഹാനല്ലാഹ്. നിലവിൽ പോയാൽ 5 ലക്ഷം കടമുള്ളൂ. പക്ഷെ പൊളിച്ച് മാറ്റാൻ പറഞ്ഞതോ LED ബൾബ് തോനെ വെച്ച സ്ഥല അങ്ങനെയുണ്ട്. അപ്പൊ അത് പൊളിച്ച് മാറ്റണമെങ്കിൽ ഒരു 3 ലക്ഷം രൂപ ചെലവാ. അപ്പൊ 5 3 8, പിന്നെ ഈ ചങ്ങായിക്കും കൊടുക്കേണ്ടി വരുമല്ലോ എന്തെങ്കിലുമൊക്കെ. അപ്പൊ ഞാൻ പറയണില്ല. അപ്പൊ അങ്ങനെ സുബ്ഹാനല്ലാഹ് ഇവങ്ങനെ ഇതിലിങ്ങനെ ആകെ കൺഫ്യൂഷൻ ആയി നിൽക്കുക. അപ്പോഴാണ് അവിടെ ഒരു സ്വലാത്ത് വാർഷികം വരുന്നത്. അപ്പൊ തങ്ങൾക്ക് ചിലവ് അമ്മോടെ തന്നെ. അപ്പൊ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കുക, പിന്നെ അപ്പൊ ജോലിർത്തു വാ, നമ്മൾ 2-3 കാര്യം ചോദിക്കട്ടെ. ഞാനോട് കറക്റ്റ് സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ. ഈ ചോദ്യങ്ങൾ നിങ്ങൾ നെഫ്സിനോട് ചോദിക്കണ്ട, ഞാൻ ചോദിക്കണമൊക്കെ റെഡിയാണെന്ന് വെച്ചാൽ. അപ്പൊ പ്രശ്നത്തിന് പരിഹാരമാവും. അങ്ങനെ ഇവന് ഒതൊക്കെ എടുത്ത് നമ്മുടെ കളവ പറയാൻ പാടില്ല. വേദന എന്ന് പറഞ്ഞാൽ തലവേദനയും വേദനയാണ്, കാലുവേദനയും വേദനയാണ്, ഊരവേദനയും വേദന. ഏതെങ്കിലും വേദനയുടെ ഗുളിക എടുത്തിട്ട് മറ്റേ വേദന കുറിച്ചാൽ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് സത്യം മാത്രമേ പറയാൻ ഉസ്താദെ, സത്യം പറയുള്ളൂ. ഞാൻ ചോദിച്ചു, ഇതിപ്പോ ഇന്ന് സുബൈ സ്കെച്ചെന്ന് ചോദിച്ചു. ഇന്ന് സ്കെച്ചില്ല ഉസ്താദ. ഇന്നലെ വെച്ച് ഇന്നലെ നിസ്കരിച്ചില്ലാണ്. മിനിഞ്ഞാന്ന് വെച്ചു ഞാൻ നിസ്കരിച്ചില്ല. പിന്നെ എന്ന് നിസ്കരിച്ചോ? ഞാൻ കുടിയിരിക്കല്ല നിസ്കരിച്ചാണ് ഞാൻ. അപ്പൊ ഞാൻ എൻ്റെ അളവ് ഇപ്പൊ ഞാൻ അളക്ക് വെച്ചു. അല്ല, അന്നൊന്നും മദ്യത്തിൽ കൊണ്ടുവരണല്ലോ. എന്നു നിസ്കരിച്ചാണെങ്കിൽ ഉത്തമത്തിലാണ്, ഇടക്ക് നിസ്കരിച്ചാണെങ്കിലും മദ്യത്തിലാണ്, തീരെ നിസ്കരിച്ച ആദമച്ച് പദമത്തിലുള്ളത്. അതുകൊണ്ട് പൊര അളക്കണതിന് മുമ്പ് അന്നം അളക്കണം എന്നാണ് തീരുമാനമായി. നിങ്ങൾ നാളെ നോക്കാണേ, അല്ല നിങ്ങൾ നാളെ നോക്കി. നിങ്ങളെ ഇതിങ്ങനെ ദ്വേർക്കാൻ പറയും ലീസ്റ്റിൽ. പഠിച്ചോനെ എനിക്ക് പൊരപ്പണി പൂർത്തിയാവണം, ദ്വേർക്കണം. ഈ ദ്വ കഴിഞ്ഞ് പൊര കയറ്റി കഴിഞ്ഞാൽ പിറ്റത്തെ കൊല്ലം സ്വലാത്ത് വാർഷികത്തിനാലും ആ പൊര വിൽക്കാനാ ദ്വേർക്കാൻ പറയണേ. കാരണം എന്താ? അത്രയും ലോൺ എടുത്തുക്കണം, അത്രയും ലോൺ എടുത്ത്. ഇവിടെ ഇപ്പോൾ മൊബൈൽ തന്നെ ലോണത്തിലാണ്, മൊബൈൽ തന്നെ ലോണാണ്. iPhone 17 ഇറങ്ങിയോ ഓനെ എന്ത് മറുപടി അങ്ങനെ കുടുങ്ങിച്ചിട്ട് ഉണ്ടാകത്തിരിക്കാമോ അല്ലേ? സുബ്ഹാനല്ലാഹ്. 16 നോക്കി ഇന്ന് എല്ലാ സാധനവും എന്തും മാറ്റി പലിശരഹിത വായ്പ എന്നാണ് കേട്ടാൽ മണ്ടി ചെല്ലുക. 1000 റുപ്യ അതിൻ്റെ ഒരു എഴുത്തൂലുണ്ട്, അതെന്നെ മതി വെളുത്ത്. നിങ്ങൾ അതിന്റെ പേരെത്താ എത്തൂലോ? സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവനിതിങ്ങനെ നിൽക്കുക, പൊളിച്ചാൽ നിൽക്കുക, അപ്പോഴും കേടായിരിക്കാം. സുബ്ഹാനല്ലാഹ്. പൊരക്ക കേട്, ഓന് കേടില്ല. അപ്പൊ ഞാൻ ഇപ്പൊ ആർക്ക് കേട്? പൊരന്റെ അളവോ കേട്? എൻ്റെ അളവ്. ഞാൻ പൊരന്റെ അളവ് നന്നാക്കണേ മുമ്പ് എൻ്റെ അളവ് നന്നാക്കണം. എപ്പോഴും നമ്മളിങ്ങനെ കാലത്തിനെ കുറ്റം പറയും. വൽ ഐബു ഫീനാ, കേട് നമ്മളില. വമാലി സമാനിനാ ഐബുൻ സിവാനാ, കാലത്തിനും ദിവസത്തിനും ഒരു കൊല്ലത്തിനും ഒരു കുഴപ്പമില്ല. ആർക്കാ കുഴപ്പം? ഞമ്മക്കാണ് കുഴപ്പം. പൊരയില് പൊരന്തേത് വെട്ടിട്ട് ശരിക്കും വെച്ചിട്ടുണ്ടല്ലോ, തേപ്പ് ശരിക്കും നടന്നിട്ടുണ്ട്, പൊട്ടിട്ട് പെയിന്റ് അടിച്ചിട്ടുണ്ട്, എല്ലാം ഓക്കെയാണ്, സന്തോഷത്തോടെ ചെയ്യുന്നുണ്ട്. പക്ഷേ സുബഹി നിസ്കരിക്കൂല. അപ്പൊ അതിൽ ആ വീട്ടിൽ ബർക്കത്തുണ്ടാവില്ല. അപ്പൊ നമ്മളൊരു ഏത് കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിലും അൽഹംദുലില്ലാഹ് അത് വേണം. അതുകൊണ്ട് സുബഹിന്റെ ശേഷം ഏറ്റവും നമ്മൾ ചെയ്യണം, ഒരിക്കലും സുബഹിന്റെ ശേഷം ഉറങ്ങാൻ പാടില്ല. അങ്ങനെ ഉറങ്ങണം എന്നുള്ള ആളുകൾ സൂര്യൻ ഉദിച്ചതിനെ ശേഷം, അതിനാണ് ഫജ്ർ എന്ന് പറഞ്ഞിട്ട് ഒരു കോളം കൂടി ഉണ്ടാവും കലണ്ടറിൽ, ഉദയം. അത് കണ്ടിട്ടില്ലല്ലോ? നോക്കോണ്ടി, കലണ്ടറിൽ ഉണ്ടാവും, മർക്കസിന്റെ കലണ്ടറൊക്കെ ഉണ്ടായി. എല്ലാവരും നോക്കുക, അത് കൂടി നോക്കുക. ഇനി സുബൈ നോക്കിയിട്ടില്ലെങ്കിൽ അത് നോക്കിക്കണ്ടി, എന്നാലും തീരുമാനം. ഒറ്റ നോട്ടം നോക്കിയാൽ മതി.